കളിക്കവളയിൽ ക്വാറി ഉടമയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി തമിഴ്നാട് പോലീസിന്റെ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ചൂഴാറ്റുകോട്ട അമ്പിളി എന്നറിയപ്പെടുന്ന സജികുമാറാണ് പിടിയിലായത്. കസ്റ്റഡിയിലുള്ള അമ്പിളിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരം മലയം സ്വദേശി അമ്പിളിയാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. ഇപ്പോഴും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. നേരത്തെ തന്നെ തമിഴ്നാട് കന്യാകുമാരി എസ്പിയുടെ നേതൃത്വത്തിൽ 8 അന്വേഷണ സംഘങ്ങൾക്ക് രൂപം നൽകിയിരുന്നു. അതിൽ തക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അമ്പിളിയെ ഇന്ന് പുലർച്ചെ മലയത്ത് രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് പിടികൂടുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കളിയക്കവളയിൽ തമിഴ്നാട് നിയന്ത്രണത്തിലുള്ള പോലീസ് സ്റ്റേഷനിലാണ്. തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ ദീപു സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ദൃശ്യത്തിലേക്കാണ്. ഈ വാഹനത്തിലുള്ളതാണ് ദീപു കൊല്ലപ്പെട്ടത്. അമ്പിളി ഈ വാഹനത്തിലുണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് അമ്പിളി ഈ വാഹനത്തിൽ കയറിയെന്നാണ് കരുതുന്നത്. എന്തിന് ദീപു അമ്പിളിയെ ഒപ്പം കൂട്ടി എന്ന ചോദ്യം, അല്ലെങ്കിൽ ദീപുവിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച് അമ്പിളി ഈ യാത്രയുടെ ഭാഗമാകുകയായിരുന്നു എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. 10 ലക്ഷം രൂപയാണ് ദീപുവിന്റെ കൈവശമുണ്ടായിരുന്നത്. ഈ തുക നഷ്ടപ്പെട്ട നിലയിലാണ്. കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിലായിരുന്നു ക്വാറി ഉടമയായ ദീപു. നേരത്തെ തന്നെ ദീപുവിന്റെ വീട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ദീപുവിന് ഭീഷണി ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപ കൊട്ടേഷൻ സംഘങ്ങൾ ആവശ്യപ്പെടുകയും പിന്നീട് അത് 50 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. അമ്പിളിയാകട്ടെ മൂക്കുന്നിമലയിൽ നിരവധി ക്വാറികളുണ്ട്. അതിൽ ഒരു ക്വാറി ദീപുവിന്റെ ഉടമസ്ഥതയിലാണ്. ആ ക്വാറികളിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെട്ടിരുന്ന ആളാണ്. കൊലക്കേസിൽ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതുപോലെ 2 കൊലക്കേസിൽ ഉൾപ്പെടെ 50ഓളം കേസുകളിൽ പ്രതിയാണ് അമ്പിളി. അങ്ങനെ ഉള്ള ഒരാൾ എങ്ങനെ ഈ യാത്രയുടെ ഭാഗമായി എന്നത് തന്നെയാണ്. ഇതിന് പിന്നിൽ ഏതെങ്കിലും കൊട്ടേഷൻ സംഘം കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ അക്കാര്യങ്ങൾ വ്യക്തമാകൂ. ഷിജു ചവറയ്ക്കൊപ്പം BB വിനോദ്, ന്യൂസ് 18 തമിഴ്നാട്.